15 ദിവസവും മികച്ച കളക്ഷൻ സ്വന്തമാക്കി ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തിയ ലക്കി ഭാസ്കർ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയുടെ 15 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മൂന്നാം വാരത്തിന് തലയുയർത്തി നിൽക്കുന്ന ലക്കി ഭാസ്കറിനെ തന്നെയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുക. എന്നൊക്കെ കങ്കുവ എന്ന് പറയുന്ന സൂര്യ ചിത്രം ഗ്രാൻഡ് റിലീസ് ആയിട്ട് എത്തിയെങ്കിലും ചിത്രത്തിന്റെ സമ്മിശ്ര അഭിപ്രായങ്ങൾ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഇപ്പോഴത്തെ 15ാം ദിവസം ലക്കി ഭാസ്കറിന് ഡിമാൻഡ് ഉണ്ടായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തുന്ന ചിത്രം എന്ന പ്രത്യേകതയായിട്ട് എത്തിയ ചിത്രത്തിന് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ. ചിത്രം തെലുങ്ക് സിനിമ ആണെങ്കിലും മലയാള സിനിമാ പ്രേമികൾ ചിത്രത്തിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം പാനിന്ത്യ റിലീസായിട്ട് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ടാണ് റിലീസിന് എത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് 100 കോടി കളക്ട് ചെയ്തെന്ന് ഒഫീഷ്യലായിട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വെങ്കി അഡ്ലൂരി രചനയും സംവിധാനവും നിർവഹിച്ച പാനിന്ത്യ ചിത്രം ഏകദേശം 14 ദിവസം കൊണ്ടാണ് 100 കോടി കളക്ട് ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. സിനിമ ഇതിനോടെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഏകദേശം 10 കോടിയിലധികം രൂപയും നേടിയിട്ടുണ്ടെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുണ്ട്. 12 ദിവസങ്ങൾ കൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്നും ഇത്ര വലിയ തുക സ്വന്തമാക്കിയത്. ശിവകാർത്തികൻ നായകനായിട്ടെത്തി ദീപാവലി ചിത്രം അമരൻ വൻ വിജയം നേടി മുന്നേറുന്ന സാഹചര്യത്തിലുമായിരുന്നു ലക്കി ഭാസ്കറിന്റെ തമിഴ്നാട്ടിലെ മുന്നേറ്റം. കേരളത്തിലും ചിത്രം ഏകദേശം 15 കോടി പിന്നിട്ടിട്ടുണ്ട്. മൂന്നാം വാരത്തിന് ചിത്രം തലയുയർത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 15ാം ദിവസം ചിത്രത്തിന്റെ കളക്ഷൻ മാത്രം ഏകദേശം 2 കോടിക്ക് അടുത്താണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മൂന്നാം വാരത്തിന് ചിത്രത്തിന്റെ കളക്ഷന് വലിയ രീതിയിലുള്ള ഒരു ഇടിവൊന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിടുന്നുണ്ട്. എന്നൊക്കെയാണ് ചിത്രത്തിന് കങ്കുവ എന്ന് പറയുന്ന സിനിമയ്ക്ക് സമ്മിശ്ര അഭിപ്രായം വന്നതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ തിയേറ്ററുകളിലോട്ട് ലക്കി ഭാസ്കർ തന്നെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം ഫൈനൽ എത്ര കോടി രൂപയെ സ്വന്തമാക്കുന്ന അറിയാൻ വേണ്ടി. അപ്പോൾ ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തിയ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.